ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫ്രേയാണ്. ഫസ്റ്റ് ഇയർ ബിടെക് CSE സ്റ്റുഡൻ്റ് ആണ് ഞാൻ, കൊച്ചിയിൽ ഐസാറ്റ് കോളേജിൽ. സോ ഞാനിപ്പോൾ ഇവിടെ കുറേ നാളേക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗ് കയറിയപ്പം സ്റ്റഡീസും കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു കുറേ. എനിക്ക് സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്തിരുന്നില്ല. ഇപ്പം ഞാൻ രണ്ടാമത്തെ സെമസ്റ്റർ എത്തി. അപ്പം ഞാൻ കുറേ കൂടി ഫ്രീ ആയി. ഇപ്പം ഞാൻ എൻ്റെ സെൽഫ് ഗ്രോത്തും സ്റ്റഡീസും എല്ലാം ഞാൻ ഒരുമിച്ച് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിനെ പറ്റി പറയുമ്പോൾ 4 വർഷത്തെ കോഴ്സാണ്, 8 സെമസ്റ്റർ ഉണ്ട്. 1 വർഷം 2 സെമസ്റ്ററാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് സെമസ്റ്റർ എത്തി. ഒന്നാമത്തെ സെമസ്റ്റർ പരീക്ഷയെല്ലാം കഴിഞ്ഞു, റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ലൈഫിനെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പറയുകയാണെങ്കിൽ നമ്മൾ പിള്ളേരെയൊക്കെ പരിചയപ്പെടും അല്ലേ. ഫസ്റ്റ് ഡേ നമ്മൾ പിള്ളേരെ പരിചയപ്പെടുമ്പോൾ കുറച്ച് പിള്ളേർ നമ്മൾ ഫ്രണ്ട്സ് ആവും. അപ്പം നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും ഇനിയുള്ള കോളേജ് ലൈഫിലെ ഫ്രണ്ട്സ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അവരായിരിക്കില്ല നമ്മുടെ ഫ്രണ്ട്സ്. ചിലപ്പോൾ നമ്മൾ വേറെ ആൾക്കാരായിട്ടായിരിക്കും ഫ്രണ്ട്സാണ്, അവർക്കും വേറെ ആൾക്കാരായിട്ടായിരിക്കും ഫ്രണ്ട്സ് ആവുന്നത്. അപ്പം ഒരിക്കലും ഫസ്റ്റ് ഡേ കാണുന്ന പിള്ളേർ ആയിരിക്കും നമ്മുടെ ഇനിയുള്ള കോളേജ് ലൈഫ് ഫ്രണ്ട്സിനോട് തെറ്റിദ്ധരിക്കുക. അത് തെറ്റാണ്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത്. പിന്നെ സിനിമയിലൊക്കെ നമ്മളാണ് എഞ്ചിനീയറിംഗ് ലൈഫ് എന്ന് പറഞ്ഞ് അടിച്ചു പൊളിക്കുക, യൂത്ത് ഫെസ്റ്റ്, അങ്ങനെ കുറേ ഫെസ്റ്റിവലൊക്കെ കാണുമല്ലോ. പക്ഷെ അതുപോലെയല്ല, സിനിമയിൽ കാണുന്ന പോലെയല്ല. എഞ്ചിനീയറിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പ്രഷർ കൂടിയ സാധനം തന്നെയാണ്, നല്ല പ്രഷറുള്ളതാണ് എഞ്ചിനീയറിങ്ങിന്. പിന്നെ ഇപ്പോൾ ടൈം ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ഒരു വീക്ക് ഫുൾ ഇൻഡക്ഷൻ പ്രോഗ്രാമായിരുന്നു എഞ്ചിനീയറിങ്ങിൻ്റെ. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് എന്താണ് ഉള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും സെമസ്റ്ററും എത്ര ആക്ടിവിറ്റി പോയിൻറ്റ്സ് വേണം, എത്ര മാർക്ക് വേണം, എത്ര അറ്റൻഡൻസ് വേണം, അങ്ങനെ ഫുൾ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ എന്തൊക്കെ സ്കിൽസ് വേണം, ഇതൊക്കെ കോളേജിനെ പറ്റി പരിചയപ്പെടുത്തുക. ഇതൊക്കെയാണ് ഫസ്റ്റ് ഒരു വീക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം. പിന്നെ നമുക്ക് ഓണം വെക്കേഷനായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 8 നമുക്ക് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ 3 മാസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഒന്നാമത്തെ സെമസ്റ്റർ. 3 മാസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എപ്പോഴാണ് ഡിസംബർ 15 ക്ലാസ് ക്ലോസ് ചെയ്തു. ഡിസംബർ 15 യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങി. ജാനുവരി 3 യൂണിവേഴ്സിറ്റി എക്സാം തീർന്നു. നമുക്ക് ജാനുവരി 5 നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെമസ്റ്റർ ബ്രേക്ക് ഇല്ലെങ്കിൽ സെമസ്റ്റർ ലീവിൽ, അത് സത്യം പറഞ്ഞാൽ ഇവൻറ്റ് സെമസ്റ്റേഴ്സ് കഴിയുമ്പോൾ അവർ പറഞ്ഞങ്ങനെയാണ്. ഇവൻറ്റ് സെമസ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് 1 മാസത്തെ ബ്രേക്ക് ഉണ്ടാവും. ഓഡ് സെമസ്റ്റേഴ്സ് കഴിയുമ്പോൾ അവർ നമുക്ക് ബ്രേക്ക് തരില്ല. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം നമുക്കിപ്പോൾ ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് 2 ഇൻറ്റേർണൽ എക്സാമും പിന്നെ ലാബ് എക്സാമൊക്കെയാണുള്ളത്. അപ്പോൾ ക്ലാസ് തുടങ്ങി ഫസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം വന്നു. അന്ന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചു. അപ്പോൾ നമുക്കധികം പ്രഷർ ഇല്ലായിരുന്നു. പിന്നെയാണ് അവർ റെക്കോർഡ് ലാബ് അവർക്ക് നമ്മൾ കുറേ തന്നു തുടങ്ങി. ലാസ്റ്റത്തെ മന്ത് ഇപ്പോൾ ഭയങ്കര പ്രഷറായിരുന്നു. ലാബ് എക്സാം ഉണ്ടായിരുന്നു, ലാബ് എക്സാമിന് പഠിക്കണം, ലാബും റെക്കോർഡ് കുന്നുപോലെ തന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കൃത്യസമയത്ത് കൊടുക്കണം. കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ മാർക്ക് അതിനനുസരിച്ച് കുറയും. പിന്നെ ഇൻറ്റേർണൽ എക്സാം കൊടുക്കണം, കാരണം ഈ 2 ഇൻറ്റേർണൽ എക്സാമിൻ്റെ മാർക്ക് അവർ ഇൻറ്റേർണൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതും പഠിക്കണം. അപ്പോൾ സെക്കൻഡ് ഇൻറ്റേർണൽ ഞങ്ങളൊക്കെ തലേ ദിവസമായിരുന്നു പഠിച്ചത്. അപ്പോൾ അത് കാരണം നമുക്ക് മാർക്കൊക്കെ കുറഞ്ഞു. കാരണം നമുക്ക് ഈ ലാബും റെക്കോർഡും ലാബ് എക്സാമും കാരണം നമുക്ക് നേരത്തെ പഠിച്ചിരിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അന്നൊന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ലാസ്റ്റത്തെ ഒരു മന്തായപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി ടൈറ്റായപ്പോൾ നമുക്ക് ഡെയിലി പഠിത്തം നിന്നു. അപ്പം അറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥ, പൊതുവായിട്ട് മാർക്ക് കുറയും. പിന്നെ ഇപ്പോൾ കോളേജിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും സ്കൂളിലെ പോലെ അവർ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്തില്ല, ടീച്ചേഴ്സ് പുറകെയൊന്നും നടക്കത്തില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ പറയും, ഇന്ന് വർക്ക് തന്നിട്ടുണ്ട്, ഇന്ന് ഇത് അയച്ചിട്ടുണ്ട്, ബാക്കി ഈ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യണം, ഒക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞിട്ട് അവർ പോകും. നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മാർക്കും പോകും, മാർക്ക് കുറയും. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ തന്നെ അത് കുറേ ഫേസ് ചെയ്യണം. അവർക്ക് പ്രശ്നമില്ല, അവർ ടീച്ചേഴ്സ് മാർക്കിടാനുള്ള മാർക്കിട്ട് പോകും കറക്റ്റായിട്ട്. പിന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്ക് എന്തായിട്ട് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ടൈം മാനേജ്മെൻറ്റ്. ഞാൻ എൻ്റെ എല്ലാ വർക്കും കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്തത്. അപ്പം ടൈം മാനേജ്മെൻറ്റ് സ്ട്രഗിളും ഉണ്ടായിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് എന്ന കാര്യമൊക്കെ പറയുമ്പോൾ. പിന്നെ ഇപ്പോൾ പഠിക്കാനുള്ള സ്ട്രഗിൾ എന്താ വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഗ്രാഫിക്സ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്. പിന്നെ
പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് പൈത്തണും സിയും ഉണ്ടാവും. പിന്നെ IT വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ 12th പഠിച്ചുകൊണ്ട് സിമിലർ ആയിരിക്കും. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് ഇപ്പോൾ ഓരോ സിലബസുകാർ ഓരോ ഇതായിരിക്കും പഠിക്കണം. ഇപ്പോൾ CBSEക്കാർ പൈത്തണാണ് അവിടെ 12th 11th പ്രോഗ്രാമിംഗ് പഠിച്ചത്. സ്റ്റേറ്റുകാർ ഇപ്പോൾ എന്താണ് C++ HTML ആയിരിക്കും അവരുടെ 11th 12th പഠിച്ചത്. ICSEക്കാർ ജാവ ആയിരിക്കും അവരുടെ 11th 12th പഠിച്ചത്. അപ്പോൾ അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഓരോ ഇതായിരിക്കും. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ 12th പഠിച്ച പോലെയൊക്കെ തന്നെ. പുതിയൊരു സബ്ജക്റ്റ് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അത് നമ്മൾ ഇതുവരെ ഒരു കാണാത്തൊരു സബ്ജക്റ്റാണ്. അതായത് ലൈക്ക് എന്താണ് ഫുൾ വരയ്ക്കുന്ന സബ്ജക്റ്റ്. ഐഡിയാസ് ഇമാജിനേഷനും ഒക്കെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വരയ്ക്കണമെങ്കിൽ. അത് ഇത്തിരി മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റാണ്. കുറേ പേർക്ക് സപ്ലി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഗ്രാഫിക്സ്. പിന്നെ ഞങ്ങൾക്ക് സെം 1 പൈത്തൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൈത്തൺ ലൈക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എക്സാം ഭയങ്കര ടഫായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു പൈത്തൻ്റെ എക്സാമിന്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ഒരുപാട് പഠിക്കാൻ കുന്നുപോലെ പഠിക്കാനുണ്ടായ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി സത്യം പറഞ്ഞൊരു കുന്നുണ്ട്. അത് പഠിച്ചെടുക്കാൻ പാടാന്ന് പഠിച്ചതിനെ മറന്നു പോകും പിറ്റേ ദിവസം. അങ്ങനത്തെ ഒരു സബ്ജക്റ്റായിരുന്നു കെമിസ്ട്രി. പിന്നെ ഇപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ ഫെയിലിയറും അല്ല എന്നാൽ ടോപ്പറും അല്ല. പിന്നെ എന്താണ് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം മുമ്പ് പഠിക്കാതെ ഞാൻ സെക്കൻഡ് ഇയറിനുള്ള എക്സാം ആണ് ചെയ്തത്. അത് തന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് 50% താഴെ പോയിട്ടുണ്ട്. പിന്നെ ലൈഫും സ്റ്റഡീസ് ലൈക്ക് സെം 1 ഫുൾ ബിസി ആയിരുന്നു. കാരണം എനിക്ക് സെൽഫ് ഗ്രോത്തിലൊന്നും ഫോക്കസ് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല. ഞാൻ ലൈക്ക് എന്താണ് ഫുൾ സ്റ്റഡീസിലായിരുന്നു ഫോക്കസ്. ഇപ്പോൾ സെം 2 തുടങ്ങിയപ്പോഴാണ് ഞാൻ സെൽഫ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വളർച്ച എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറേ കൂടി സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സെൽഫ് ഗ്രോത്തിൽ സ്റ്റഡീസും ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്കിൻ കെയർ, ഹെയർ ഗ്രോത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ലൈക്ക് ഇനിയും നമ്മുടെ വേർഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നന്നാക്കും. അപ്പം ഞാനിപ്പോൾ കുറേയും കൂടി മെച്യൂർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ വേർഷൻ ആയിട്ടുണ്ട് എൻ്റെ തന്നെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഡിസിപ്ലിൻഡും ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിസ്റ്റേക്സ് കുറേയൊക്കെ നമുക്ക് ഉണ്ടാവും. ലൈക്ക് ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് മിസ്റ്റേക്സ് പറ്റും. പക്ഷെ നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബിൽ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഇനി വരാൻ പോണ ജൂനിയേഴ്സിനെ കുറേയും കൂടി ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഇനി വരുന്ന ജൂനിയേഴ്സിന് നല്ലതാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഹാപ്പി ആയിരിക്കും ആ റിസൾട്ട് കൊണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബിടെക്കിലുള്ള ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ബിടെക്കിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രഗിൾസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബിടെക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇയേഴ്സ് ആണോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൻസ്. പിന്നെ ഞാൻ അടുത്ത വീഡിയോ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷൻ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാനും. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.